ബഹുജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPIM, അത് ബഹുജനങ്ങൾക്ക് പൊതുവിൽ സ്വീകാര്യമാകുന്ന നിലപാടുകളും നടപടികളുമാണ് സ്വീകരിക്കേണ്ടത്. ആ നിലയ്ക്കാണ് പാർട്ടിയുടെ പരിപാടികൾ നടത്തേണ്ടത്. അക്കാര്യങ്ങളിൽ ഹരിത പ്രോട്ടോക്കോൾ അടക്കം പാലിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായി കാര്യങ്ങൾ നിർവഹിക്കണമെന്ന തീരുമാനമാണ് CPM-നുള്ളത്. CPM-ൻ്റെ പൊതുധാരയ്ക്ക് വ്യത്യസ്തമായി വഞ്ചിയൂരിൽ ഒരു തരത്തിലും ആവർത്തിക്കേണ്ട രീതിയിലല്ലാത്ത ഒരു രീതിയിൽ ഒരു സമ്മേളനം അവിടെ നടക്കുകയുണ്ടായി. അതോടുകൂടി CPM ഒരു പ്രതിസ്ഥാനത്ത് പോയി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ കാണാൻ പാടില്ല. നമ്മുടെ കേരളത്തിൻ്റെ പൗരമണ്ഡലത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊണ്ട് അവരുടെ വികാര വിചാരങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന CPIM ഇപ്രകാരം ഒരു വഴി തടയുന്ന ഏതെങ്കിലും ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായൊരു സംഭവം ഉണ്ടാകേണ്ടതിന് ഇടനിൽക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല എന്നും അതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് അവരുടേതായ ന്യായങ്ങൾ സംഘാടകർക്കുണ്ട്. ആ ന്യായങ്ങളൊന്നും നിയമത്തിന് മുന്നിൽ നിലനിൽക്കുന്നതല്ല. കാരണം ചില സ്ഥലങ്ങളിൽ ചില സമ്മേളനങ്ങൾ പല പാർട്ടികളും ഒരേ സ്ഥലത്ത് അവിടെ വഴിയുടെ ചില പ്രത്യേകതകളുടെ ഭാഗമായി മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങൾ ഞാൻ കേട്ടു. അത്തരം വാദങ്ങളൊന്നും നിയമത്തിന് മുന്നിൽ നിൽക്കുന്ന കാര്യമില്ല, അത് ആവർത്തിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ നമ്മളിത് ഗൗരവമായി ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരം കേട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി വളരെ ആവേശകരമായ ഒരു ഇടപെടൽ നടത്തേണ്ട ദിവസം കൂടിയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങളുടെ അടിയിൽ അമ്പലമുണ്ടോ, പള്ളിയുണ്ടോ, ബുദ്ധവിഗ്രഹമുണ്ടോ, ജൈന വിഗ്രഹമുണ്ടോ എന്ന് തപ്പാൻ പോയാൽ, ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ ഈ രാജ്യത്തുണ്ടാകുന്ന കലാപകലുഷിതമായ അവസ്ഥ തെരുവുകളെ മാത്രമല്ല നാടിനെയാകെ ഭ്രാന്താക്കും. ഇപ്പോൾ ഗുജറാത്തിൻ്റെ തെരുവുകൾ എത്രയോ ദിവസം കത്തിയെരിഞ്ഞു. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഒരു അപകട സ്ഥലത്തു നിന്നും മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് പോകാൻ വയ്യാതിരുന്ന സാഹചര്യമാണ് ഗുജറാത്ത് വംശഹത്യയുടെ കാലത്തുണ്ടായിരുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൊട്ടിത്തെറിക്കുമ്പോൾ ഗുജറാത്തിലെ ഹൈക്കോടതിയോടൊരു ജഡ്ജിയുടെ അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വായിച്ചതാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തു. അന്ന് രാത്രിയാണ് കലാപം നടക്കുന്നത്. അതുകൊണ്ട് ഗുജറാത്തിലെ മോദിയുടെ പോലീസ് പറഞ്ഞു, നിങ്ങൾ റിട്ടയർഡ് ജഡ്ജിയാണ്, നിങ്ങൾക്ക് സംരക്ഷണം തരാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയതാണ്. അല്ല, എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വൈകിയാണെങ്കിലും ഈ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്റ്റേ ഉത്തരവ് ഉണ്ടായത് അത്രയും നല്ലത് നേരത്തെ ഉണ്ടാവേണ്ടതായിരുന്നു. അത് എന്തായാലും നല്ല കാര്യം. പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആ വിഷയം അല്ലല്ലോ ഷാനിൽകുമാർ. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള ആവർത്തിക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അതിലൊരു കൺക്ലൂഷൻ ഉണ്ടാവാത്തത് കുറെ ചോദ്യങ്ങൾ അതിനോട് കൃത്യമായി ഉത്തരം പറയാൻ പോലീസിന് ഉത്തരമില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. താങ്കളുടെ പോയിന്റ് പൂർത്തീകരിച്ചോളൂ, എനിക്കതിൽ ചോദ്യങ്ങളുണ്ട്. അല്ല, CPIM എന്ന നിലയ്ക്ക് അതിൽ പാർട്ടിയുടെ നിലപാട് ഇതാണ്. അത്തരം കാര്യങ്ങൾ പാർട്ടി ആവർത്തിക്കാൻ പാടില്ല. പ്രാദേശികമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത ഉണ്ടാകണം. ഇതൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി CPM എടുത്തിട്ടുള്ള നിലപാടാണ്. അല്ല, ആ നിലപാട് മനസ്സിലാക്കേണ്ടത് ഞാനൊന്ന് പറയട്ടെ അഭിലാഷ്, ഞാനൊന്ന് പറയട്ടെ. ശരി, ഞാൻ പറയട്ടെ അഭിലാഷ്, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയാൻ പോകുന്ന പൊളിറ്റിക്കൽ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലോ പോലീസിനോടുള്ള ചോദ്യങ്ങളോ അല്ല CPM ഉത്തരം പറയേണ്ട ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു തർക്കത്തിൻ്റെ മണ്ഡലത്തിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ ഒരു തെറ്റായ കാര്യം ഉണ്ടായിക്കഴിഞ്ഞു. അത് സംബന്ധിച്ച് എന്താണോ നിയമവാഴ്ച, ആ നിയമവാഴ്ചയോട് പൊരുത്തപ്പെടൽ തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിൽ മറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവതരമായ ഒരു ഉത്കണ്ഠയായി കേരളത്തിൻ്റെ പൗരസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം ഏതു തലത്തിലാണ് നിൽക്കുന്നതെന്ന് മറന്നു പോകരുത്. കേരളത്തിൻ്റെ പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള എല്ലാ മനുഷ്യൻ്റെയും അവകാശവും പൗരബോധത്തിൽ അടിസ്ഥാനമായ പൗരൻ്റെ അവകാശങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉണ്മയിലേക്ക് കേരളം വികസിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളും പ്രാകൃതമായ അവസ്ഥയിലേക്ക് മൂക്കുകുത്തുകയാണ്. അങ്ങനെ പ്രാകൃതാവസ്ഥയിലേക്ക് പോകുന്നതിനെ തടയുന്ന ജനാധിപത്യ പ്രക്രിയ ഞാൻ പറയട്ടെ, ആ ജനാധിപത്യ പ്രക്രിയ ഞങ്ങൾ നിർവഹിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യ ഇടങ്ങൾ തടസ്സപ്പെടുന്നുണ്ട്. അത് വളരെ ഗുരുതരമായൊരു കാര്യം കൂടിയാണ്. ഉദാഹരണമായി, നമ്മുടെ ഡൽഹിയിൽ ഒരു പ്രക്ഷോഭണം നടത്തണമെങ്കിൽ നിങ്ങൾ എവിടെ ചെന്ന് പ്രക്ഷോഭണം നടത്തും? ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിൽ തലസ്ഥാനത്തൊരു പ്രക്ഷോഭണം നടത്താൻ ഇടമുണ്ടോ?
നമ്മൾ ചില പ്രക്ഷോഭങ്ങൾ നിയമപരമല്ലാതാകുന്നതിന് കാരണം എന്താണ്? രാവിലെ എണീറ്റ് നിയമം ലംഘിച്ചു കളയണമെന്നൊരു തീരുമാനം രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. അത് CPM നല്ല മറ്റു പാർട്ടികൾക്കും ഉണ്ടാവില്ല. പക്ഷെ ബഹുജന ശ്രദ്ധയിലേക്ക് അവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഉയർത്തുമ്പോൾ പൊതുമണ്ഡലത്തിൽ പൊതുജനങ്ങൾ ഉള്ള സ്ഥലത്ത് ഉയർത്തേണ്ടി വരും. അതിന് ചില പരിമിതികൾ ഇവിടെ ഉണ്ട്. അതിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധിക്കപ്പെട്ടു പോകുന്ന സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. ഇപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയം പറയാൻ, ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനൊക്കെയുള്ള അവകാശവും അവസരമുണ്ട്. ഇതിപ്പോ നമ്മൾ അങ്ങനെ ഈ വിഷയത്തെ അങ്ങനെ അതിലേക്ക് കൊണ്ടുപോയി കെട്ടല്ലേ. ഒന്ന് വഞ്ചൂർ ഞാൻ കഴിഞ്ഞ 3 വർഷമായി താമസിക്കുന്ന സ്ഥലമാണ്. എനിക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത്. ഞാൻ രാവിലെ 11 മണിക്ക് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവിടെ സ്റ്റേജ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. അത് റോഡിന്റെ സൈഡിലല്ല, റോഡിന്റെ നടുക്കാണ്. ഒരു ഭാഗത്തേക്ക്, അതായത് തമ്പാനൂർ ഭാഗത്ത് നിന്ന് വഞ്ചൂർ ഭാഗത്തേക്കുള്ള, ജനറൽ ഹോസ്പിറ്റൽ ഭാഗത്തേക്കുള്ള ഒരു സൈഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തി ഒരു സൈഡിലൂടെ മാത്രം ഗതാഗതമാക്കിക്കൊണ്ട് അവിടെ സ്റ്റേജ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയും കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. റോഡിന്റെ സൈഡിലോ റോഡിന്റെ അല്പം ഭാഗത്തോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മുതൽ അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ ആയപ്പോഴത്തേക്ക് അവിടെ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നു. വാർത്തകൾ വരുന്നു. ടെലിവിഷൻ ചാനലുകൾ, കേരളത്തിൽ 10 ന്യൂസ് ടെലിവിഷൻ ചാനലുകളുണ്ട്. 10 ന്യൂസ് ടെലിവിഷൻ ചാനലുകളിലും വാർത്തകൾ വരുന്നു, വിമർശനങ്ങൾ വരുന്നു, ചില ആളുകൾ പ്രതികരിക്കുന്നു. പക്ഷെ അതിനുശേഷം വൈകുന്നേരം ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗിച്ചത് എന്താ? ഇതൊക്കെ മാധ്യമങ്ങൾ CPM-നെതിരെ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. മാതൃഭൂമിയും മനോരമയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേജ് കിട്ടിയതിനെ വിമർശിക്കുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തോന്നുകയാണ്. CPM-ന് സ്വയമേവ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഏർപ്പാടാണല്ലോ, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ, ഇങ്ങനെയല്ലല്ലോ ഞങ്ങൾ ചെയ്യേണ്ടത്, കുറെ കൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പൊതുസമ്മേളനം സംഘടിപ്പിക്കേണ്ടതല്ലേ എന്ന് തോന്നുകയല്ലേ വേണ്ടത്. അവിടെയാണ് പ്രശ്നം. അവിടെ കോൺഗ്രസ്സുകാർക്കാവട്ടെ അല്ലെങ്കിൽ BJP-ക്കാവട്ടെ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കാവട്ടെ ഇതുപോലെ ഒരു യോഗത്തിൻ്റെ ആവശ്യം പോലുമില്ല. കാരണം അവരുടെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എത്രയോ നുണകൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ എത്രയോ നുണകൾ നിർമ്മിക്കപ്പെട്ടു. CPM-ന്റെ കൊല്ല സമ്മേളനത്തിൽ റിപ്പോർട്ട് തിരിച്ചു കൊടുത്തു. അത് എന്തോ തെറ്റായൊരു കാര്യമാണ്, പുതുതായിട്ടൊരു കാര്യമാണ്. ഞാൻ CPM സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തൊട്ട് കാലം കുറയായി. പാർട്ടിയുടെ സമ്മേളനത്തിലെ ഒരു റിപ്പോർട്ടും പ്രതികൾക്ക് കൊടുത്തുവിടാറില്ല. ആദ്യം വിതരണം ചെയ്ത ശേഷം തിരിച്ചു വാങ്ങിക്കും ചർച്ചയ്ക്ക് ശേഷം. ഇതുപോലെ എത്രയോ നിർമ്മിതികൾ ഓരോ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നു, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നു, വ്യാജങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. അപ്പം ഞങ്ങൾക്ക് നാട്ടുകാരോട് പറയുന്നതിൽ പൊതുയോഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വേണ്ടി വരും. ഞങ്ങളുടെ സഖാക്കളുടെ ഉത്കണ്ഠയിൽ CPM എല്ലാ സമ്മേളനങ്ങൾ മുതൽ അങ്ങോട്ട് പൊതുസമ്മേളനം നടത്തുന്നില്ലേ? ആരെങ്കിലും പൊതുസമ്മേളനം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? അല്ല, ഞങ്ങളുടെ സഖാക്കളുടെ ഉത്കണ്ഠയിൽ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന കേന്ദ്രങ്ങൾ തപ്പിയെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് വലതുപക്ഷ മാധ്യമങ്ങൾ അവരുടെ മുഴുവൻ ഇടവും വലതുപക്ഷത്തിന് നീക്കിവെക്കുന്നു. ഞങ്ങൾക്കിടവില്ലാത്ത ഇടമാണല്ലോ ഈ മുഖ്യധാര മാധ്യമങ്ങൾ. സ്വാഭാവികമായി ഞങ്ങൾക്കെതിരായ സാധനങ്ങൾ നിർമ്മിക്കുന്നതാണ് മുഖ്യധാര മാധ്യമങ്ങളുടെ ഇടമെന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ താഴെയുള്ള സഖാക്കൾക്കും മുകളിലുള്ളവർക്കും എല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധയിലെത്തി ജനങ്ങളുടെ മുമ്പിലെത്തിയാൽ മാത്രമേ പൊതുമണ്ഡലത്തിൽ നിൽക്കൂ. വസ്തുതകൾ അവരെ അറിയിക്കണ്ടേ എന്ന അമിതോത്സാഹം ഉണ്ടായി കാണും. എങ്ങനെ അമിതോത്സാഹം ഉണ്ടായാലും പ്രകടനപരമായി ഇത്തരം തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് CPM. എന്തായാലും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഓക്കെ, നന്നായി. ഞാൻ അങ്ങയിലേക്ക്